ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഫോറിയർ സീരീസിലെ ഒരു പ്രോബ്ലമാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ്. പക്ഷേ പഴയ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 മുതൽ 2π വരെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ യൂളർ ഫോർമുലാസിലുള്ള കറക്ഷൻസ് ഇവിടെ യൂസ് ചെയ്യണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ എഴുതുന്നില്ല. എ നോട്ടിൻ്റെ ഫോർമുല 1/2π ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2π എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ആൽഫ എത്രയാണ്? 0 ആണ്. അപ്പോൾ എന്താ ഫോർമുല വരിക? എ നോട്ട് ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറും അല്ലേ? നമുക്കത് എഴുതി നോക്കാം. സോ എ നോട്ട് ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2π. ഇവിടെ ആൽഫ 0യാണ്. അപ്പോൾ അത് 0 to 0 plus 2π, ദാറ്റ് ഈസ് 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ്. And that is equal to 1/2π integral 0 to 2π f of x. What is f of x? E raised to minus x. E raised to minus x dx. And that is equal to 1/2π e raised to minus x ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e raised to minus x ൻ്റെ ഇൻ്റഗ്രൽ e raised to minus x ഡിവൈഡ് ബൈ -1 നമുക്ക് പുറത്ത് എഴുതാം. ലിമിറ്റ് 0 മുതൽ 2π വരെ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ 2π ഇൻറ്റു അപ്പർ ലിമിറ്റ് നിങ്ങൾ 2π കൊടുത്തു കഴിഞ്ഞാൽ e raised to minus 2π. സോ e raised to minus 2π മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0, ദാറ്റ് ഈസ് 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് നമുക്ക് അകത്ത് എടുക്കാം. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. സോ 1 മൈനസ് e raised to minus 2π ഡിവൈഡ് ബൈ 2π. ഇതാണ് എ നോട്ടിൻ്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എൻ കാണണം. നൗ an is equal to formula 1/π integral alpha to alpha plus 2π. Alpha is 0. So 0 to 2π അല്ലേ? ആൽഫ പ്ലസ് 2π, 0 plus 2π 2π എഫ് ഓഫ് എക്സ് ഇൻറ്റു ആരാണ് എഫ് ഓഫ് എക്സ്? ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ്. ഇതാണല്ലോ ഫോർമുല. ഇനി ഇയാളുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫൊറിയർ കോഎഫിഷ്യൻസ് കാണാൻ ഇനി ആവശ്യമുള്ളത് ഇൻ്റഗ്രേഷനിലെ ടെക്നിക്കുകൾ അറിയാമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. പിന്നെ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഏത്, സെക്കൻഡ് ഫംഗ്ഷൻ ഏത്, ഇൻ്റഗ്രേഷൻ എളുപ്പമാക്കാൻ നമ്മൾ അതിനു മുമ്പൊരു റൂളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ലൈറ്റ് അല്ലേ? ഓർക്കുന്നില്ലേ? I for inverse trigonometric functions, L logarithmic function, A algebraic function, T trigonometric function and E exponential function. ഇതിൽ ആരാണോ ഫസ്റ്റ് വരുന്നത് അയാൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായി ചൂസ് ചെയ്യും അല്ലേ? ഇൻ്റഗ്രേഷൻ എളുപ്പത്തിനാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ആദ്യം വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, പിന്നീട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇയാളെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇയാളെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ചൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ? ഈ ഒരു ടൈപ്പ് ഇൻ്റഗ്രേഷൻ നിങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കും. ഇയാൾ നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇയാളല്ലേ ചൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇയാളും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇയാളുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇയാളുടെ ഡെറിവേറ്റീവ് കോസ് എൻ എക്സിൻ്റെത് മൈനസ് ഓഫ് സൈൻ എൻ എക്സ് ഇൻറ്റു എൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1. എന്തായാലും രണ്ടാമത് പറഞ്ഞ ഇൻ്റഗ്രലിനകത്ത് ഇപ്പോൾ ആരൊക്കെ ഉണ്ടാവും? സൈൻ ഓഫ് എൻ എക്സും ഉണ്ടാവും, ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റഗ്രൽ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടാവും? അപ്പോൾ ആ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എൻ എക്സ് നമ്മൾ വീണ്ടും പാർട്സ് വെച്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ വീണ്ടും സൈൻ ഓഫ് എൻ എക്സ് വരും. സോ സൈൻ ഓഫ് എൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 മൈനസ് വേറൊരു ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ ഓഫ് എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വരിക കോസ് ഓഫ് എൻ എക്സ് ഇൻറ്റു എൻ
ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെത് -1. ഓക്കെ, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 ഒക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയൊരു ഇൻ്റഗ്രൽ വരുന്നില്ലേ, ആ പുതിയ ഇൻ്റഗ്രലിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആ പുതിയ ഇൻ്റഗ്രലിനകത്ത് നമുക്ക് വീണ്ടും ആരുണ്ടാവും, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് കൊണ്ടുണ്ടാവും. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും എത്തിപ്പെടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് +2 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതിന് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ആ ഇൻ്റഗ്രലിനെ ഐ എന്ന് പേര് വിളിച്ചുകൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് എന്നൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐനെ കിട്ടും. ഐനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും, 2i എന്നോ അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു ഇൻ്റഗ്രൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഈ ബോർഡ് നിറയെ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് bn കാണണം. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എൻ എക്സ് വരും. അതും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഒന്ന് ലഘുവാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോമുല പറഞ്ഞുതരാം. ആ ഫോമുല ഇതാണ്. ഇപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും അല്ലേ വരുന്നത്. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്കൊരു EC ഫോമുലയുണ്ട്. EC ഫോമുല, ആ EC ഫോമുല അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതാണ് EC ഫോമുല. ഇൻ്റഗ്രൽ ഓഫ് ചെറിയൊരു ഫോമുലയാണ്, ഇ റേസ് ടു AX ഇൻറ്റു കോസ് BX dx. ഇതിന് ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു AX ഇൻറ്റു കോസ് BX dx എന്നൊരു ഫോമുല പറയാം. ഇതാണ് ആ ഫോമുല. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു AX ഡിവൈഡ് ബൈ a square plus b square into a cos bx plus b sin bx. ഇതാണ് ഫോമുല. ചെറിയ ഫോമുല അല്ല, കുറച്ച് വലിയ ഫോമുലയാണ്. ഇതിവിടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും അല്ല വന്നത്. ഇതുപോലെ എക്സ്പൊണൻഷ്യൽ അടുത്ത ഇൻ്റഗ്രൽ എന്താ വരിക, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും വരും. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സൈൻ ഫംഗ്ഷൻ ES ഫോമുലയുണ്ട്. ES ഫോമുല, ആൻഡ് ദാറ്റ് ഈസ് ഫോർ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു AX ഇൻറ്റു സൈൻ BX dx. ആൻഡ് ദ ഫോമുല ഈസ് ഇ റേസ് ടു AX ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു a. ഇവിടെ സൈൻ ആകുമ്പോൾ അവിടെ നമ്മൾ സൈൻ സ്റ്റാർട്ട് ചെയ്യും. a സൈൻ BX, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസാണ്, -b കോസ് BX. ഇതാണ് ഫോമുല. ഈ രണ്ട് ഫോമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. EC ഫോമുല, ES ഫോമുല. EC ഫോമുല ഈസ് ഫോർ എക്സ്പൊണൻഷ്യൽ ആൻഡ് കൊസൈൻ. ഇ റേസ് ടു AX ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു a കോസ് BX പ്ലസ് b സൈൻ BX. ഇത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും. ഇതാണ് ഫോമുല. ഇ റേസ് ടു AX ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു a സൈൻ BX മൈനസ് b കോസ് BX. അപ്പോൾ നമുക്ക് ഇയാളെ AN കാണാൻ നമുക്ക് ഡയറക്റ്റായിട്ട് EC ഫോമുല അപ്ലൈ ചെയ്യാം. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എയുടെ പൊസിഷനിൽ -1 ആണ്. അപ്പോൾ ഇവിടെ എക്ക് -1 കൊടുക്കുക, b ഈസ് ഈക്വൽ ടു n ആണ്. അപ്പോൾ ഈ ഫോമുലയിൽ നിങ്ങൾ യു സബ്സ്റ്റിറ്റ്യൂട്ട് a ഈസ് ഈക്വൽ -1 ആൻഡ് b ഈസ് ഈക്വൽ ടു n. ക്ലിയർ? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല EC ഫോമുലയാണ്. സോ AN ഈസ് ഈക്വൽ ടു, കളർ മാറ്റാം. സോ AN ഇസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ ഒരു 1/π ഉണ്ട്. സോ 1/π ഇൻറ്റു ഇനി ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യലേ വേണ്ടത്. നമ്മൾ ഈ ഫോമുല യൂസ് ചെയ്യുന്നു. ഇ റേസ് ടു AX, ഇ റേസ് ടു -x. സോ ഇ റേസ് ടു -x ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ a സ്ക്വയർ a -1 ആണല്ലോ. a ഈസ് ഈക്വൽ ടു -1 ആൻഡ് b ഈസ് ഈക്വൽ ടു n. എക്ക് -1 കൊടുത്താൽ -1 സ്ക്വയർ 1 പ്ലസ് ബിക്ക് ഇവിടെ n കൊടുത്താൽ n സ്ക്വയർ. ഇ റേസ് ടു -x ഡിവൈഡ് ബൈ 1 സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഇൻറ്റു a. ആരാണ്? -1 ആണ്. സോ മൈനസ് കോസ് BX അല്ലേ, b ഇവിടെ ആരാണ്? n ആണ്. മൈനസ് കോസ് NX പ്ലസ് b സൈൻ NX. b ആരാ? n. സോ n സൈൻ ഓഫ് NX. ലിമിറ്റ് 0 മുതൽ 2π വരെ.
ക്ലിയർ? നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു e raised to minus x divided by e raised to minus എക്സിന് വരെ നമുക്ക് 2 pi കൊടുക്കണമല്ലോ. അപ്പോൾ e raised to minus 2 pi divided by 1 square plus n square into ഇവിടെ നിങ്ങൾ എക്സിന് പകരം 2 pi കൊടുത്തു കഴിഞ്ഞാൽ cos of 2n pi എന്ന് വരും. വാട്ട് ഈസ് cos of 2n pi? എന്നാൽ 2 പൈയുടെ മൾട്ടിപ്പിൾസാണ് 2n pi. 2 പൈയുടെ മൾട്ടിപ്പിൾസാണ്. 2 പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ കൊസൈൻ്റെ വാല്യൂ എത്രയാണ്? ഫോർ എനി ഇൻറ്റിജർ വാല്യൂ ഓഫ് n cos of 2n pi is equal to 1 ആണ് അല്ലേ? cos 2 pi, cos 4 pi, cos 6 pi, cos 8 pi എക്സെട്ര ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ കൊസൈൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ -1. ഇവിടെ നിങ്ങൾ 2 pi കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് 2n pi 0 ആണ്. അപ്പോൾ അവിടെ -1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുത്താൽ e raised to 0 അത് 1. സോ 1 by 1 plus n square ഇൻറ്റു ഇനി ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ cos 0 എന്നല്ല വരുന്നത്. cos 0 1 ആണ് പ്ലസ് സൈൻ 0 എത്രയാണ്? 0 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു ഈ ബാക്കി ആരൊക്കെയുണ്ട്? e raised to minus 2 pi മൈനസ് ഉണ്ടല്ലേ, മൈനസ് ഡിവൈഡ് ബൈ 1 plus n square. ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ പ്ലസ് 1 by 1 plus n square എന്നുണ്ടാവും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by ഇനി നോക്കൂ, ഇവിടെ 1 പ്ലസ് ഡിനോമിനേറ്ററിൽ 1 plus n square കോമൺ ഫാക്റ്റാണ്, പുറത്ത് വയ്ക്കാം. പിന്നെ ന്യൂമിനേറ്റർ ഇവിടെ ബാക്കി വരുന്നത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ മൈനസ് e raised to minus 2 pi ഉണ്ട്. സോ 1 മൈനസ് e raised to minus 2 pi ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 1 plus n square ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് bn കാണണം. നൗ bnൻ്റെ ഫോർമുല bn is equal to bn ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, സെയിം ഫോർമുല അപ്ലൈ ചെയ്യാം. bn is equal to 1 by pi ഇൻ്റഗ്രൽ 0 to 2 pi f of x ഇൻറ്റു f of x ആരാണ്? e raised to minus x ആ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എഴുതാം. e raised to minus x ഇൻറ്റു സൈൻ ഓഫ് nx dx. ഇവിടെ നമുക്ക് നമ്മുടെ ഈ എസ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, നമ്മുടെ ഇ എസ് ഫോർമുല e raised to ax ഇൻറ്റു സൈൻ ഓഫ് bx dx അല്ലേ? കമ്പയർ ആണെങ്കിൽ a is equal -1 ആൻഡ് b is equal n. അഗൈൻ a is equal -1 ആൻഡ് b is equal n. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. സോ e raised to ax a -1 ആണ്. സോ e raised to minus x divided by a square plus b square. സോ -1 square 1 plus n square into a sin bx. a -1 അല്ലേ? സോ -1 sin bx that is sin of nx പ്ലസ് അല്ല മൈനസ് ആണ്. ഇപ്പോൾ ഇവിടെ ചെറിയ മാറ്റമുള്ളതാണ്, മൈനസ് അല്ല. സോ മൈനസ് ബി ആരാണ്? ബി എൻ. സോ -n cos of bx that is cos of nx. ലിമിറ്റ് 0 മുതൽ 2 pi വരെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു e raised to എക്സിന് 2 pi എടുത്താൽ e raised to minus 2 pi ഡിവൈഡ് ബൈ 1 plus n square ഇൻറ്റു ഇവിടെ നിങ്ങൾ 2 pi കൊടുക്കുകയാണെങ്കിൽ സൈൻ ഓഫ് 2 pi ദാറ്റ് ഈസ് 0 മൈനസ് ഇവിടെ വീണ്ടും നിങ്ങൾ 2 pi കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? cos of 2n pi. നേരത്തെ പറഞ്ഞു cos of 2n pi 1 ആണ്. അപ്പോൾ അവിടെ ബാക്കി വരുന്നത് -n. സോ അപ്പർ ലിമിറ്റ് ഇവിടെ 2 pi -n. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് എത്ര? 0 അല്ലേ? മൈനസ് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0 1 ആണ്.
So 1 divided by 1 plus n square into ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി മാറും. സോ 0 മൈനസ് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് cos 0 1 ആണ്. അപ്പോൾ മൈനസ് n ഉണ്ടാവും. ഓക്കെ അല്ലേ? Now that is equal to 1 by pi into e raised to minus 2 pi divided by 1 plus n square into minus n. ഈ മൈനസ് മൈനസ് പ്ലസ് ആയി മാറും. പ്ലസ് n ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ. ക്ലിയർ? ഇവിടെ n ഒരു കോമൺ ഫാക്റ്റ് ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ n പുറത്തെടുക്കുകയാണെങ്കിൽ n ഇവിടെ കോമൺ ഫാക്റ്റ് ആണ്. അപ്പോൾ n നമുക്ക് പുറത്ത് വയ്ക്കാം. താഴെ ഓൾറെഡി ഒരു പൈ ഉണ്ട്. പൈ ഇൻറ്റു പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ 1 പ്ലസ് n സ്ക്വയർ ആയിട്ട് മാറും. 1 പ്ലസ് n സ്ക്വയർ കോമൺ ഫാക്റ്റർ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ആണ്. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ. രണ്ടിൽ നമുക്കൊരു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ കാണാം. ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു n ഉണ്ടെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ എ എന്നും ബി എന്നും നമുക്ക് ഫോർമുലാസായി. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് എന്നിനെ കൊടുത്തു നോക്കാം. സോ വാട്ട് ഈസ് A1? ഇവിടെ നോക്കാം. എ എൻ്റെ ഫോർമുല ഇതാണല്ലോ. വാട്ട് ഈസ് A1? സോ A1 ഈസ് ഈക്വൽ ടു എന്നിന് 1 കൊടുത്താൽ ഇവിടെ എന്നിന് 1 കൊടുക്കുക. 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 1 plus 1 square, that is 2. What is A2? A2 is equal to, ഇവിടെ തന്നെ 2 കൊടുക്കാം. 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ തന്നെ നിങ്ങൾ 2 കൊടുക്കുകയാണെങ്കിൽ ഇത് 2 സ്ക്വയർ 4, 4 പ്ലസ് 1 5 വരും. 5. വാട്ട് ഈസ് A3? A3 is equal to 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ തന്നെ 3 കൊടുക്കുകയാണ്. 3 സ്ക്വയർ 9, 9 പ്ലസ് 1 10. A3 അതുപോലെ പോകും. ഇവിടെ നമുക്ക് ബി എന്നിൽ നമുക്ക് തന്നെ കുറച്ച് വാല്യൂസ് കൊടുത്ത് നോക്കാം. വാട്ട് ഈസ് B1? B1 ഈസ് ഈക്വൽ ടു എന്നിന് 1 കൊടുത്താൽ ന്യൂമറേറ്റർ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ എന്നിന് കൊടുത്താൽ ഇത് 1 ആയി മാറും. ഡിവൈഡ് ബൈ താഴെ പൈ ഇൻറ്റു 2. വാട്ട് ഈസ് B2? എന്നിന് 2 കൊടുത്താൽ ഇവിടെ 2 വരും. 2 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ 2 കൊടുത്താൽ 2 സ്ക്വയർ 4, 4 പ്ലസ് 1 5. വാട്ട് ഈസ് B3? B3 സിക്കലിന് 3 കൊടുക്കുക. 3 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 10 വരും. എക്സെട്ര അതങ്ങനെ പോകും. ഇനി നമുക്ക് ഇവിടെ ഫോറിയർ സീരീസ് എഴുതാം. നൗ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് നമ്മുടെ സിഗ്മയിലുള്ള ഫോർമുല A0 പ്ലസ് സിഗ്മ n ഇസിക്കൽ 1 ടു ഇൻഫിനിറ്റി AN കോസ് എൻ എക്സ് പ്ലസ് BN സൈൻ എൻ എക്സ് ആണ്. എന്നിന് 1 2 3 എക്സെട്ര വാല്യൂസ് എടുത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം ഫോർമുല വരുന്നത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ A0 പ്ലസ് A1 കോസ് എക്സ് പ്ലസ് A2 cos 2x plus etc. plus B1 sin x plus B2 sin 2x plus etc. അതും വരും. A0ൻ്റെ വാല്യൂ നമുക്കറിയാം. A0ൻ്റെ വാല്യൂ ഇതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ 2 പൈ A0 പ്ലസ് A1 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് ആരാണ് A2? 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 5 ഇൻറ്റു കോസ് 2x പ്ലസ് എക്സെട്ര അത് പോവും. പ്ലസ് എക്സെട്ര പ്ലസ് B1 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് B2 2 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 പൈ
divided by pi into 5 sin, sorry, pi into 5 sin 2x plus etc. That is equal, സ്ഥലം കുറച്ച് കുറവുണ്ട്. That is equal to അവിടെ 1 minus e raised to minus 2 pi എല്ലാത്തിലും കോമൺ ഫാക്ടറാണ് അല്ലേ. 1 minus e raised to minus 2 pi എല്ലാത്തിലും കോമൺ ഫാക്ടറാണ്. അയാൾ നമുക്ക് പുറത്ത് വയ്ക്കാം. താഴെ എല്ലാത്തിലും പൈയും കോമൺ ഫാക്ടറാണ്. ആ പൈനെ നമുക്ക് പുറത്ത് വയ്ക്കാം. സോ പൈ ഇൻറ്റു, അപ്പോൾ 1 minus e raised to minus 2 pi divided by പൈ നമുക്ക് പുറത്ത് വെച്ചു. ബാക്കി അവിടെ ഉള്ളത് ആൾക്കാർ ഇവിടെ ഒരു 1/2 ഉണ്ടാവും. സോ 1/2. ഇവിടെ നമ്മൾ ഇത്രയും ആൾക്കാരെ പുറത്ത് വെച്ചു. ബാക്കി അവിടെ ഉണ്ടാവുക cos x divided by 2 പ്ലസ് ഇവിടെ വരുന്നത് cos 2x divided by 5 ഇവിടെ വരുന്നത്. അടുത്ത ടേം വരിക cos 3x divided by 10 പ്ലസ് എക്സെട്രാ എന്ന് വരും. പ്ലസ് ഇനി b1 ഇവിടെ 1 minus e raised to minus 2 pi divided by പൈനെ പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്നത് sin x divided by 2 പ്ലസ് sin 2x divided by 5 പ്ലസ് എക്സെട്രാ എന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ്. ലെങ്തി പ്രോബ്ലം ആയിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് ഫോർമുല അറിയുക, മറ്റൊന്ന് ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഫൊറിയർ സീരീസിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഹാവിങ് പീരീഡ് 2π എന്നുള്ള സെക്ഷൻ ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫങ്ഷൻസ് ഹാവിങ് ആർബിട്രറി പീരീഡാണ്. ഫങ്ഷൻ്റെ പീരീഡ് 2π ആണ് നിർബന്ധമില്ല, മറ്റൊരു പീരീഡ് ആവാം. ഓക്കെ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.